ചെടികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോയിട്ട് ലാസ്റ്റ് ചെയ്യാനുള്ള കാര്യം മറന്നുപോയി. നമുക്ക് കോളിഫ്ലവറും ക്യാബേജും നടാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം മറന്നുപോയി. ഞാൻ ഈ കുഴിയിലേക്ക് ഇറക്കി വെക്കാം. വേണ്ട, നല്ലോണം അടയ്ക്കാൻ മണ്ണ് കൊടുത്ത് നിർത്തണേ. ആ കുഴിയിലേക്ക് വെച്ചിട്ട് എൻ്റെ കുഴിയിലേക്ക് വെച്ചോ. എൻ്റെ മണ്ണ് 4 പുറത്തുനിന്ന് കുഴി നല്ലോണം അടയ്ക്കാൻ മണ്ണ് കൂട്ടിക്കോ. ഇങ്ങനെ വെച്ചേക്കണേ. ഇപ്പോൾ നമ്മൾ ചെടി നട്ടു, വടികൾ വെച്ചു, അതിൻ്റെ മുകളിൽ കൂടെ ഓല വെച്ച് അതിനെ കവർ ചെയ്തു. 2 ദിവസം കഴിയാണ്ട് ഓല എടുക്കില്ല, ഉണ്ടാക്കില്ല, വാടിപ്പൂവില്ലായിരിക്കും ചെടി. ചെടി എന്നിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ചെടി അത് സർവ്വസുഗന്ധി ഓൾ സ്പൈസസ് പ്ലാന്റ്. അതിൻ്റെ ഇല ഉണക്കി മസാല പൊടിച്ചാൽ മതി. നമുക്ക് മസാല പൊടിക്കുമ്പോൾ നിങ്ങൾ ഏലക്കായ, ഗ്രാമ്പും പട്ടയും ഇതിൻ്റെ ഇല പൊടിച്ചിട്ടാൽ മതിയാവും. സർവ്വസുഗന്ധി. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും സർവ്വസുഗന്ധിയുടെ ഇല വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. വീട് വരുന്നത് തൃശ്ശൂർ പനമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത്, ശാന്തിനഗർ. ഇവിടെ ഒരു 70 സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റുള്ള വീടാണ് ഞങ്ങളുടെ. വീട്ടിലോട്ട് വന്നാൽ മതി. ഒരുവിധം വിത്തുകളൊക്കെ, പയർ വിത്ത് ഒക്കെ തരുന്നുണ്ട്. നീളമുള്ള പയറിൻ്റെ വിത്ത്. ഇത് എൻ്റെ മോനെ തിന്ന് തീർക്കണത് ഈ പുഴുവാണ്. അതിനെന്നിട്ട് ആ ഇല ചുരുട്ടിപ്പുഴുവിന് ആ ഇല ചുരുണ്ട് നിൽക്കണതിൻ്റെ ഉള്ളിൽ പുഴുവാണ്. അത് പറിക്കാൻ നിലത്തിട്ട് ചവിട്ടി ഉറക്കുക. അങ്ങനെയാണ് പുഴുക്കളെ കൊല്ലണ്ടേ. ഒക്കെ വിഷം എല്ലാം അടിക്കുക. ഈ റെഡ് ലേഡി എന്താ ഒരു ഉഷാറില്ല. അത് കഴിയാറായി. ഈ ഗവൺമെന്റ് പപ്പക്കായ പേരാണ് റെഡ് ലേഡി. ആ പപ്പായ പഴുത്തുണ്ടോന്ന് നോക്കി, മഞ്ഞ നിറായിട്ടുണ്ടോന്ന്. അത്ര മഞ്ഞയല്ല. ചെടികൾക്ക് ഇടണ വളം എന്ത്? ചാണകം, വേപ്പും പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക്, പിന്നെ നമ്മുടെ മുരിങ്ങയുടെ ഇല, ഇതൊക്കെ കുട്ടീനെ അടച്ചിട്ട് 5 ദിവസം കഴിയുമ്പോൾ ഒഴിക്കാൻ പറ്റാറില്ല. അപ്പോൾ ഇങ്ങനെ അടച്ചു വെച്ചേക്കും. ഇത് അടച്ചു വെക്കണം. എന്നിട്ട് അതിനകത്ത് വെള്ളം എടുത്തിട്ട് ഇത് മുള്ളാത്ത നമുക്ക് അപ്പുറത്ത് വരണല്ലേ. അത് പോയി. അത് ഇവിടെ നിന്നിരുന്ന ഒരെണ്ണം പോയി. ഇവിടെ ഒരു ഞാവൽപ്പഴം ഞാൻ നട്ടത് അതല്ലേ ഇത്. ഞാവലൊന്നും ഇനിയിപ്പോൾ അവിടെ ഇല്ല, അതൊക്കെ വെട്ടിക്കളഞ്ഞില്ല. പണ്ട് നമുക്ക് എൻ്റെ മരം പദ്ധതി ഉണ്ടായിരുന്നു എല്ലാവർക്കും. അന്ന് 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ അങ്ങോട്ട് ഞാൻ അവിടെ ഒരു ഞാവൽ നട്ടിരുന്നു. എൻ്റെ ഞാവൽ അതോടെ ഇല്ല, വെട്ടിക്കളഞ്ഞു. ഇത് അവക്കാടോ, മറ്റേത് റെഡ് ചാമ്പയും. ഇത് അവക്കാടോ. ഈ ഇല അവക്കാടോ. അവക്കാടോ ഇതുവരെ ഉണ്ടായിട്ടില്ല. നമുക്ക് 4 കൊല്ലമൊക്കെ ആയിട്ടുണ്ട്. ഇതും നല്ല മധുരമുള്ള റെഡ് ചാമ്പയുണ്ട്. റെഡ് ചാമ്പ. ഇത് പയറൊക്കെ നട്ടൊക്കെ തിരിച്ചെങ്കിൽ മുളക് മണ്ണിട്ടൊക്കെ വെള്ളം നനയ്ക്കുന്ന എല്ലാവർക്കും. കുറ്റിപ്പയർ. ഇതാണ് നിവേദി കദളി. അത് കുടപ്പനില്ല, കുന്നൻ. ഈ കായ്ക്ക് കുടപ്പനുണ്ടാവില്ല. അല്ല, നിവേദ്യ കദളി. വേണ്ട, ഈ ഒരു കൊല. ഇത് ഈ പഴം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിലോ 100 രൂപ കിട്ടും. നമ്മളിവിടുന്ന് ഫ്രൂട്ട്സും ഇതൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. ഞാലിപ്പൂവിനുണ്ട്, നേന്ത്രവാഴയുണ്ട്. ഇതൊക്കെ ടിഷ്യൂ കൾച്ചറാണ്. അതിപ്പോൾ ടിഷ്യൂ കൾച്ചർ നല്ലത് വെക്കാനേ. എന്താ അത് വെച്ച് അത് കറക്റ്റായിട്ട് വളം ചെയ്താൽ അപ്പം അവൻ പൊന്തി ഇങ്ങോട്ട് വരും. ഇത് ഗ്രാമ്പൂ. ഗ്രാമ്പൂ. ഇതിന് എങ്ങനെയായിരുന്നു? പൂവുണ്ടാവും. അത് വീഴാറാവുമ്പോഴേക്കും പറിക്കണം. നേരത്തൊക്കെ വീണാൽ നമ്മളെ കൊണ്ടൊന്നും പറ്റൂല. ഇതേ ഒട്ട് വെച്ച ജാതി കായ ഉണ്ടാക്കുന്നുണ്ട്. ഒട്ടുവെച്ച ജാതി. ചിലന്തിവല, ഫുൾ ഓഫ് ചിലന്തിവല. ഇത് അശോക ചെത്തി. അശോകത്തിന്റെ ഉപയോഗം എന്തിട്ടാ? അത് അരിഷ്ടങ്ങൾ. അതിൻ്റെ പൂവ് കൊണ്ടാട്ടം ഉണക്കും. ഇതിൻ്റെ പൂവ് എടുത്തിട്ട് തൈരിൽ മുക്കിയിട്ടൊക്കെ ഉണക്കി കൊണ്ടാട്ടം പൂവ് ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മുടെ അരിനെല്ലി. നെല്ലിക്ക് ഉണ്ടാവാറുണ്ട് കേട്ടാ. ഇത് തൊട്ടപ്പുറത്ത് ഒരു തേക്ക് മരം. നമ്മുടെ ഈ ചെറിയമ്മ ഇപ്പം ഒറ്റപ്പഴം ഇല്ലല്ലോ. ഇത് പ്രോസസ്സ് ചെയ്യണമെന്ന് പറയണം പ്രത്യേകം, അല്ലാണ്ട് കാര്യമില്ലല്ലോ. ചെറിയ ഉണ്ടാവുന്ന സീസണല്ല അത്. ഒരെണ്ണം ഉണ്ട്.
ഇത് ചുണ്ണാമ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് പ്രോസസ്സ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സാധനമാണിത്. അത് ഇത്തിരി സമയം പിടിക്കുന്ന പണിയാണ്. ഇതന്നെ നമ്മുടെ നൂനി നമ്മ പഴമുണ്ട് തന്നെ, ചെറിയ കായ ഉണ്ടാവുന്നുണ്ട്, പൂക്കൾ വന്നിട്ട്. ഈ നോനിപ്പഴത്തിന്റെ എന്തെന്ന പ്രത്യേകത? ഔഷധ ഗുണം എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് തിന്നാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ മണം പൊട്ടൻ മണമായതുകൊണ്ടേ ഇത് വെട്ടാണ്ട് വെറുതെ നിർത്തിയെന്ന് മാത്രം. സായിപ്പ് ഇതൊക്കെ എയർ ടൈറ്റായിട്ട് കുപ്പിയിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ജ്യൂസ് വരും. അത് ഭയങ്കര ഹെൽത്തി എന്നാണൊക്കെ പറയണേ. അത് സീസർ എന്ന് പറയുന്ന റംബുട്ടാൻ നല്ല വിലയുള്ളതാണ്, പക്ഷെ അപ്പോൾ അത് കമ്പ് പിടിച്ച് വരണുണ്ടെന്ന് വിചാരിക്കാം. ഇത് നമ്മുടെ മധുരമുള്ള പാഷൻ ഫ്രൂട്ട്. നേരത്തെ ഫ്രണ്ടിലും കൂടെ ഇട്ടുണ്ടായിരുന്നു. ഞങ്ങളെ പുളിമരം അവിടെ കാണുന്നത് അറ്റത്ത്. ഇവിടെയുണ്ട് ഡ്രാഗൺ ഫ്രൂട്ടിനെ ടെറസിലെ വെക്കുന്നത് നല്ലതെന്ന് കാട്ടി കൊടുക്കും. ഞങ്ങൾ ഡ്രാഗൺ ഫ്രൂട്ട് ടെറസിൻ്റെ പൊക്കത്ത് അവിടെ പോയി വളം ഇടാനായിട്ട് ഓർക്കാണ്ട് വല്ലപ്പോഴും ഇട്ടാൽ മതി. വല്ലപ്പോഴും ഇട്ടാൽ മതി, നല്ല വെയിൽ വേണം. വല്ലപ്പോഴും വെള്ളം ഒഴിച്ചാൽ മതി. വളരെ കുറവുള്ള ചെടിയാണ്, എല്ലാവരും നട്ട് വെച്ച് നല്ലതാണ്. അതിന്റെ തൈക്കള് വേണമെങ്കിൽ പിടിപ്പിച്ച് ഇങ്ങോട്ട് വന്നാൽ തരാം. തൈക്കള് പിടിപ്പിക്കാൻ ഓൾറെഡി മമ്മിയുടെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്, വേണ്ടവർ വന്നാൽ തരാവുന്നതാണ്. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കാരണം ഒന്നാമത് ലേറ്റായി, ലൈറ്റ് പോയാൽ ഒന്നും ഉണ്ടാവില്ല, ഒന്നും കാണാൻ പറ്റില്ല. അപ്പൊ മമ്മീനെ പരിചയപ്പെട്ട ഭാവി കർഷക സ്ത്രീയാണ്. അത്യാവശ്യം വിത്തുകളൊക്കെ വന്നാൽ കൊണ്ടുപോവാം എല്ലാവർക്കും. ഇവിടെ ഉള്ളതൊക്കെ തരാം. ഈ ഒരു വീഡിയോയിൽ ഡാഡിനെ വരുത്താൻ, ഡാഡിയും കൂടെ ഉണ്ട് കേട്ടോ. ഡാഡിയും മമ്മിയും തോളോട് തോൾ ചേർന്നാണ് ഇത് ഡാഡിനെ കളക്കിലും പിടിക്കലൊക്കെ ചെയ്യണം. നമ്മൾ വേറെ അങ്ങനെ പണിക്കാരൊന്നും നിർത്തിയിട്ടില്ല. പിന്നെ നമുക്ക് വീക്കിലി വരുന്ന ഒരു ചേച്ചി ഹെൽപ്പ് ചെയ്യുന്നു മാത്രം. മമ്മിക്ക് ഇപ്പൊ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള കാരണം പണി ചെയ്യണമൊക്കെ കുറവാണ്. അങ്ങനെ ആ കണ്ട കുറവിലത്തെ കുറച്ച് സാധനമാണിത്. മുന്നേ കുറച്ചും കൂടി ലാവിഷായിട്ട് ഗ്രാൻഡ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ഇനി ഒരു വീഡിയോയില് ചില ചെടികളെ കുറിച്ചുള്ള ഇവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് ഒന്നുകൂടി വരാം. അപ്പൊ ഡാഡിനും കൂടി ആഡ് ചെയ്യാം. അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് വരാം. അല്ലെങ്കിൽ ചിലവർക്ക് കൃഷി ഇഷ്ടം. താങ്ക് യു.